രാജകുമാരി, നമ്മുടെ രാജ്യത്തിനു വേണ്ടി നാം അവിടത്തേക്കായി മുത്തുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് വളരെ ദുർലഭമാണ്. നാം ഒന്നുകൂടി പറയുകയാണ്, ഏതോ ഒരു ശക്തിയാണ് സ്വന്തം നെഞ്ചിൽ ഈ മുത്തുകൾ ഒളിച്ചു വെച്ചിരുന്നത്. അതേ ശക്തിക്ക് തുല്യം നമ്മുടെ ഈ വിശാലമായ നെഞ്ചിലും ഈ മുത്തിന് തുല്യം വളരെ അമൂല്യമായ ദുർലഭമായ ഒരു ഹൃദയം മറിഞ്ഞിരിപ്പുണ്ട്. അത് നാം ഒരു ദിവസം അവിടത്തേക്ക് വേണ്ടി ഉപഹാരം നൽകുവാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം രാജകുമാരി. നാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി അവിടത്തേക്കായി 100 വർഷം പഴക്കമുള്ള വജ്രം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വജ്രം സാധാരണ വജ്രമേ അല്ല. ഈ വജ്രത്തിന്റെ യഥാർത്ഥ മൂല്യം നാം സ്വയം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് നാം അഭിമാനപൂർവ്വം പറയുന്നത്. ഈ വജ്രം വാസ്തവത്തിൽ 100 വർഷം പഴക്കമുള്ളതാണെന്ന്. ഈ വജ്രം തന്നെയാണ് ഞങ്ങളുടെ രാജ്യത്തിന്റെ അഭിമാനവും പ്രൗഢിയും അന്തസ്സും എല്ലാം. അതേ വജ്രം തന്നെ നാം ഇന്ന് അവിടത്തേക്കായി സമർപ്പിക്കുകയാണ്. രാജകുമാരി, അവിടത്തേക്ക് വേണ്ടി നാം സ്വർണത്താൽ നിർമ്മിതമായ പാദുകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പാദുകങ്ങൾ അവിടുത്തെ പാദങ്ങളിൽ അണിഞ്ഞാൽ തികച്ചും സാധാരണമായി കാണപ്പെടുന്നതാണ്. ഇപ്രകാരം പാദുകങ്ങൾ ലോകത്തിൽ ഒന്നു മാത്രമേ ഉണ്ടാകൂ. അത് അവിടുത്തെ പാദങ്ങളിൽ ശോഭ നൽകുന്നതാണ്. വളരെയേറെ ഭംഗിയും ഉണ്ടാകും. പ്രണാമം രാജകുമാരി. രൂപവതി, ഇത് നോക്ക്. ഇതാണ് കുന്തള രാജ്യത്തെ രാജകുമാരൻ. നിനക്ക് ഓർമ്മയുണ്ടോ? ഈ രാജകുമാരന്റെ ചിത്രം ഞാൻ നിനക്ക് കാണിച്ചു തന്നിരുന്നു. രാജകുമാരി, അവിടേക്ക് നാം ഉപഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. ഉത്തരീയം. പ്രണാമം. നാം അനൽ രാജ്യത്തെ രാജകുമാരനാണ്. അവിടത്തേക്ക് വേണ്ടി നമുക്കിന്ന് പ്രത്യേകമായി ഒന്നും കൊണ്ടുവരാൻ സാധിച്ചില്ല. എന്നാൽ നാം അവിടത്തേക്ക് വേണ്ടി സവിശേഷമായ ഒരു കേശതൈലം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ അസാധാരണമായ സുഗന്ധം ഏറെ നേരത്തേക്ക് അവിടുത്തെ കേശത്തിലുണ്ടാകും. അത്രയും സമയം അവിടത്തേക്ക് ഒരു പ്രത്യേക സ്ഥാനം നമ്മുടെ ഹൃദയത്തിലും ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ഏവർക്കും നാം വളരെയേറെ നന്ദി പറയുന്നു. നിങ്ങൾ ഏവരും നമുക്ക് വേണ്ടി ഇത്രയേറെ ഉപഹാരങ്ങൾ കൊണ്ടുവന്നു. അതിനുവേണ്ടി നാം കടപ്പെട്ടിരിക്കുന്നു. കേവലം നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ രാജ്യത്തിലെ ഓരോ വ്യക്തികളോടും നാം കടപ്പെട്ടിരിക്കുന്നു. മഹാസമുദ്രത്തിന്റെ ആഴത്തിലേക്ക് കടന്നു ചെന്ന് ചിപ്പികളിൽ നിന്ന് മുത്തു വേർതിരിച്ചെടുക്കുന്നവർ, അന്ധകാരം നിറഞ്ഞ ഖനികളിൽ കടന്നു ചെന്ന് വജ്രശേഖരം കണ്ടുപിടിക്കുന്നവർ, അതുപോലെ അവ മുറിച്ചെടുത്ത് അതിസുന്ദരമായ വജ്രകണങ്ങളാക്കി മാറ്റുന്നവർ, അതുപോലെ ആ സ്വർണ്ണപ്പണിക്കാരൻ മഹത്തരമായ ഔഷധം നിർമ്മിച്ചവർ, അതുപോലെ ഈ വസ്ത്രം നെയ്തവർ, അവരെ എല്ലാവരെയും അവരുടെ കഴിവുകൾ കൊണ്ടാണ് ഈ ഉപഹാരങ്ങൾ തയ്യാറാക്കിയത്. നാം അവരോട് എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഒന്നോർക്കണം, ഈ സ്വർണവും വെള്ളിയും മുത്തും പവിഴവും
സർവ്വതും കാലം കടന്നു പോകുമ്പോൾ നഷ്ടമാകുന്നതാണ്. അത് സംഭവിച്ചേ മതിയാകും. എന്നാൽ കഠിനമായ അധ്വാനം കൊണ്ട് ഈ ഉപഹാരം നിർമ്മിച്ചവരും അതുപോലെ ഉപഹാരം നമുക്ക് നൽകിയവരും എത്ര ആദരവോടെയാണ് നൽകിയത്. അതിനേക്കാൾ മൂല്യമുള്ളതായി മറ്റെന്താണുള്ളത്?